നാളെ ഞാനിവിടുന്ന് ചാടും അളിയാ. ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ സന്തോഷിനെ കണ്ടവർക്കെല്ലാം തോന്നിയത് കാര്യമായ കുഴപ്പം ഒന്നുമില്ലെന്നാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവിവാഹിത എന്ന നോവലിൻ്റെ 5-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മരത്തിൽ നിന്ന് താഴെ വീണ സന്തോഷിൻ്റെ അപകടം ആദ്യം നിസ്സാരമെന്ന് തോന്നിയെങ്കിലും അതൊരു കുടുംബത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമോ? നമുക്ക് കേട്ടു നോക്കാം, അല്ലേ? സന്തോഷിന് സംഭവിച്ച അപകടം എല്ലാവരെയും അല്പസമയത്തേക്ക് ഇതികർത്തവ്യഥാമൂഢരാക്കി. അവരുടെ കൂട്ടത്തിലൊരാൾക്ക് അപകടം സംഭവിക്കുന്നത് ആദ്യമായാണ്. സന്തോഷിൻ്റെ അടുത്തേക്ക് ആദ്യം ഓടിച്ചെന്നത് ഞെട്ടലിൽ നിന്നും മുക്തനായ മൊയ്തു തന്നെയാണ്. കച്ചവടക്കാരനും മുതലാളിയുമാണെങ്കിലും സന്തോഷുമായി ഒരു പ്രത്യേക തരം അടുപ്പം മൊയ്തു സൂക്ഷിച്ചിരുന്നു. ഒരു സഹോദര നിർവിശേഷമായ ബന്ധം. അതുകൊണ്ട് തന്നെ മൊയ്തുവിന് വല്ലാത്ത വേദനയുണ്ടായി. താൻ കൂടി പ്രോത്സാഹിപ്പിച്ചിട്ടാണ് അവൻ മരത്തിൽ കയറി കൊമ്പിടാൻ തുടങ്ങിയത്. അവന് കാശിന് കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു എന്ന കാര്യം ശരി, എന്നാലും അതിൽ തൻ്റെ താല്പര്യവും ഉണ്ടായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ ഇത്തരം ജോലികൾക്ക് ആളെ കിട്ടാനില്ലാത്ത സാഹചര്യം വന്നതുകൊണ്ടുകൂടിയാണ് അവൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. മൊയ്തു ചെന്ന് സന്തോഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന ബാക്കി പണിക്കാരും വാളും കയറും ഒക്കെ ഉപേക്ഷിച്ച് ഓടി വന്നു. എല്ലാവരും ചേർന്ന് സന്തോഷിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ കാര്യമായ കുഴപ്പമൊന്നും ഉള്ള ഭാവത്തിലല്ലായിരുന്നു അയാൾ അങ്ങനെയാണ്. എന്തു സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് ഭാവിക്കുന്ന തരമാണ് സന്തോഷ് എന്ന് നേരത്തെ തന്നെ അവർക്കൊക്കെ അറിയാം. കുറേ നാളായല്ലോ ഒരുമിച്ച് പണിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മൊയ്തുവിൻ്റെ ജീപ്പ് പണിസ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ അശോകൻ ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി താങ്ങി പിടിച്ച് സന്തോഷിനെ ജീപ്പിലേക്ക് കയറ്റി. എൻ്റെ സന്തോഷേ, നിനക്ക് എന്തു പറ്റിയടാ? ഇങ്ങനെ ഒരു നോട്ടക്കുറവ് നിനക്ക് സംഭവിക്കുന്നതല്ലല്ലോ. എവിടെയെങ്കിലും ചവിട്ടണമെങ്കിൽ തന്നെ ആദ്യം മറ്റൊരു സ്ഥലത്ത് കൈ ഉറപ്പിച്ച് പിടിച്ചിട്ട് നോക്കി ചെയ്യുന്നവനായിരുന്നല്ലോ നീ. ഇന്ന് പിന്നെ എന്തു പറ്റി? മൊയ്തുവിൻ്റെ സങ്കടവും വിഷമവും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വാക്കുകളായി പുറത്തു വന്നു. സന്തോഷിൻ്റെ മറുപടി കേട്ടാണ് എല്ലാവർക്കും അതിശയം തോന്നിയത്. വരാനുള്ളതൊന്നും എവിടെയും തങ്ങി നിൽക്കില്ല മൊയ്തുക്ക. അത് അവൻ്റെ അടുത്തേക്ക് ഓടി വരിക തന്നെ ചെയ്യും. നിങ്ങളൊന്നും വിഷമിക്കണ്ട. എനിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. അല്പം വേദനയുണ്ടെന്ന് മാത്രം. അതിനെന്തെങ്കിലും മരുന്ന് തരും. എന്നിട്ട് ഡോക്ടർ മിക്കവാറും ഇന്ന് തന്നെ തിരിച്ചു പറഞ്ഞു വിടുകയേ ഉള്ളൂ. സന്തോഷിൻ്റെ സംസാരവും ആത്മവിശ്വാസവും കണ്ടതുകൊണ്ട് കൂടുതലായി ഒന്നും അവന് പറ്റിയിട്ടില്ല എന്നായിരുന്നു അശോകനും മൊയ്തുവിനും ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ചത്. അതുകൊണ്ട് അന്നേരം സന്തോഷിൻ്റെ വീട്ടിൽ അറിയിക്കാനൊന്നും പോയില്ല. വൈകുന്നേരമാകുമ്പോഴേക്കും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വരാൻ കഴിയുകയാണെങ്കിൽ പിന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രയും സമയത്തേക്ക് വീട്ടിലുള്ളവർ വെറുതെ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ദാമോദരൻ നമ്പ്യാരും വിവരം അറിഞ്ഞിരുന്നു. അയാൾക്കു കൂടി ഷെയർ ഉള്ളതാണ് ആശുപത്രി. അതുകൊണ്ട് അയാൾ അവിടെ എത്തിയാൽ ആ കെയർ ഓഫിൽ ചെല്ലുന്ന രോഗികൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കാറുണ്ട്. ആ കാര്യവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ദാമോദരൻ നമ്പ്യാരും
വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. എല്ലാവരും അവിടെ എത്തിച്ചേരുന്നത് അധിക സമയത്തിൻ്റെ വ്യത്യാസമൊന്നും ഇല്ലാതെയാണ്. നമ്പ്യാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ എല്ലാവരും സ്ഥലത്ത് വന്ന് സന്തോഷിനെ പരിശോധിച്ചു. വീണതിൻ്റെ വിവരണം പറഞ്ഞത് കേട്ടപ്പോഴേക്കും തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ വിശദമായ എക്സ്റേ എടുത്ത് നോക്കണം. കഴുത്തിലെ കശേരുക്കൾക്ക് ഡാമേജ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഡിസ്ലൊക്കേഷൻ ഉണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതിന് ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയൊന്നും വേണ്ട. ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ചെയ്തുകൊള്ളുക. ചെലവിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ദാമോദരൻ നമ്പ്യാരുടെ ഉറച്ച വാക്കുകളാണ്. അത് ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ പിൻവലിക്കുന്ന സ്വഭാവക്കാരനല്ല നമ്പ്യാർ എന്ന് അയാളെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നീങ്ങി. വിശദമായ എക്സ്റേ എടുത്തു. ബാക്കി എന്തൊക്കെയോ 1-2 ടെസ്റ്റുകൾ കൂടി നടത്തി. അതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ കുറച്ച് സമയം വേണ്ടി വരും. അത്രയും സമയത്തേക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുത്തു. എന്നിട്ട് സന്തോഷിനെ ഒരു ബെഡിൽ കിടത്തി. മൊയ്തുക്ക, നിങ്ങളിവിടെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള പണിക്കാരെയും വിളിച്ചുകൊണ്ടുപോയി മരം മുറിക്കാൻ നോക്ക്. ഞാൻ കൊമ്പിറക്കിയ 2-3 എണ്ണം തന്നെ മുറിക്കാവുന്ന പരുവത്തിൽ നിൽപ്പുണ്ടല്ലോ. അത് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങ് എത്താം. അവന് ഇത്രയും പരുക്ക് പറ്റിയാൽ പോലും ചിന്ത മുഴുവൻ മരം മുറിക്കുന്നതിനെപ്പറ്റിയും പണി മെനക്കെടാതെ ഇരിക്കുന്നതിനെ പറ്റിയുമാണ്. ഇങ്ങനെയും ആത്മാർത്ഥതയുള്ളവർ ഇന്നത്തെ കാലത്തുണ്ടല്ലോ എന്നതാണ് അതിശയം. എന്തെങ്കിലും പരുക്കുകളും അപകടങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാവപ്പെട്ട മനസ്ഥിതിയുള്ളവനായിരിക്കുമല്ലോ എന്നതാണ് ഏറ്റവും വിഷമകരം. റിസൾട്ട് വന്നിരുന്നെങ്കിൽ വിവരങ്ങൾ അറിയാമായിരുന്നു. സമാധാനത്തോടെ ഇന്നൊരു ദിവസമെങ്കിലും ഇവിടെ നിൽക്കാം. ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ശരിയല്ലല്ലോടാ സന്തോഷേ. ഇന്നിനി പണിയെടുത്തില്ല എന്നതുകൊണ്ട് നമ്മളാരും പട്ടിണിയൊന്നുമായി പോവുകയില്ല. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് അങ്ങ് വിശ്രമിക്കാം. വൈകുന്നേരമാകുമ്പോഴേക്കും നിനക്ക് സുഖമായെങ്കിൽ നാളെ പണിയെടുക്കാമല്ലോ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോരാൻ തയ്യാറാണ്. പക്ഷേ ഡോക്ടർമാർ സമ്മതിച്ചിട്ട് വേണ്ടേ? അവർ ഏതാണ്ടൊക്കെ ഇംഗ്ലീഷ് വാക്ക് പറയുന്നത് കേട്ടില്ലേ? അത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണ് അവർ പറയുന്നത്. ഒരു കണക്കിന് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ആ പിടലി നന്നായി ഒന്ന് തിരുമ്മിയാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ അറിവ് വെച്ച് പറയുന്നതല്ലേ. അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരു കാര്യവുമില്ലാതെ അവർ അതും ഇതും ടെസ്റ്റ് ചെയ്യിപ്പിക്കില്ലല്ലോ. അതും ദാമോദരൻ നമ്പ്യാർ നമ്മുടെ കൂടെ വന്ന സ്ഥിതിക്ക്. അയാൾക്ക് കൂടി ഓഹരിയുള്ളതാണ് ആശുപത്രി. നമ്മളെ കൊണ്ട് വേണ്ടാത്ത പരിശോധനകളൊന്നും നടത്തിക്കില്ല. അതെനിക്ക് ഉറപ്പാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാനായിട്ട് ഇനി അഭിപ്രായമൊന്നും പറയുന്നില്ല. നിങ്ങളെന്നെ ബെഡിൽ കിടത്തിയിരിക്കുകയാണല്ലോ. തല പൊക്കിയേക്കരുത് എന്നല്ലേ ഡോക്ടർ കർശനമായി പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും നമ്പ്യാരെ ഡോക്ടർ അവരുടെ മുറിയിലേക്ക് വിളിപ്പിച്ചു. മുറിയിലേക്ക് കയറി ചെന്ന നമ്പ്യാരോട് ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു തുടങ്ങി. വീഴ്ചയിൽ കഴുത്തെല്ലുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഷുപ്ന വളഞ്ഞ് മടങ്ങിപ്പോയിരിക്കുകയാണ്. അത് തനിയെ ശരിയായി വരാനുള്ള സാധ്യതയില്ല. അവിടേക്ക് മാത്രം ഒന്നും ചെയ്യാനും കഴിയില്ല.
തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നേ ഉള്ളൂ. ഇത്രയെല്ലാം സംഭവിച്ച രോഗി യാതൊരു കുഴപ്പവുമില്ലാത്തതുപോലെ ബെഡിൽ കിടക്കുന്നുണ്ടല്ലോ. ഇന്ന് തന്നെ വേണമെങ്കിൽ വീട്ടിൽ പോകാവുന്ന മട്ടിലാണ് അയാൾ. ഇവിടെ ഡോക്ടർ പറയുന്നു വളരെ സീരിയസ് ആണ് എന്ന്. ഇത്തരം പരിക്കിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും സ്ഥിതി മോശമായി വരും. ഇന്നത്തേതിലും മോശമായിരിക്കും നാളെ. തൽക്കാലം ഒരു മാർഗം ഞാൻ പരീക്ഷണാർത്ഥം ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും കാരണവശാൽ വിജയകരമാവുകയാണെങ്കിൽ മാറ്റം വരും. അതിന് ഭാഗ്യത്തോടൊപ്പം ദൈവാനുഗ്രഹം കൂടിയുള്ളത് നല്ലതാണ്. ചിലർ പറയുന്നത് പോലെ നിങ്ങളും ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഡോക്ടർമാർ തമ്മിൽ പറഞ്ഞത് ദാമോദരൻ നമ്പ്യാർക്ക് മനസ്സിലായില്ല. എന്നാലും അയാൾ അതിനൊക്കെ സമ്മതിച്ചു. ഡോക്ടർമാരുടെ ഒരു ടീം തന്നെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കയറി. അതേസമയം തന്നെ സന്തോഷിനെ അതിനുള്ളിലേക്ക് സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുവരികയും ചെയ്തു. അതിനുള്ളിലേക്ക് കയറിപ്പോകുന്ന സമയത്തുകൂടി അയാൾ മൊയ്തുവിനോട് ചോദിച്ചതാണ്, എന്നെ അകത്ത് കൊണ്ടുചെന്ന് ഒരാവശ്യവുമില്ലാതെ കീറിമുറിക്കാൻ കൊണ്ടുപോവുകയാണോ? നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാൽ മതിയായിരുന്നു. അതിനു പകരം ആ തിരുമുകാരൻ കണാരൻ്റെ അടുത്തേക്കായിരുന്നു കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ പോകുമായിരുന്നു. എന്തു കാര്യവും ചെയ്യുന്നതിന് ഓരോരോ രീതികളുണ്ട് സന്തോഷ്. നീ സമാധാനമായി അവിടെ കിടക്ക്. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്യാതെ ഇരിക്കില്ല. ബാക്കി ഒന്നിനെക്കുറിച്ചും നീ ആലോചിക്കേണ്ട. എല്ലാത്തിനും ഞങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ ഏറ്റു. വലതു കൈയുടെ പെരുവിരൽ ഉയർത്തി കാണിച്ചിട്ട് സന്തോഷ് സ്ട്രെച്ചറിൽ കിടന്ന് അകത്തേക്ക് പോയി. 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് അയാളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. കൊണ്ടുവരുമ്പോൾ സെഡേഷൻ്റെ വകയിലുള്ള അബോധാവസ്ഥയിലായിരുന്നു. കൂട്ടുകാർ ഒന്ന് ഭയന്നു. ഒരു ഡോക്ടർ അവരോട് പറഞ്ഞു, സെഡേഷൻ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മയക്കത്തിലാണ് ഇപ്പോൾ. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും അതിൽ നിന്നും മോചിതനാകും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അയാൾ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യും. കൂട്ടുകാർ നോക്കിയിരുന്നു. ഡോക്ടർ പറഞ്ഞ സമയമായപ്പോഴേക്കും ബോധം തെളിഞ്ഞു. അപ്പോഴും അയാളുടെ പ്രസന്ന ഭാവത്തിന് കാര്യമായ മാറ്റമൊന്നുമില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് അയാളുടെ കിടപ്പും സംസാരവും ഒക്കെ. എഴുന്നേൽക്കാൻ പരിശ്രമിച്ചു എങ്കിലും സാധിച്ചില്ല എന്ന് തോന്നുന്നു. പാടില്ല എന്ന് പറയാൻ വേണ്ടി നേഴ്സ് അങ്ങോട്ട് വരികയും ചെയ്തു. എന്തായാലും അവിടെ കിടക്കണം എന്ന് കർശനമായി ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് മൊയ്തുവാണ് സന്തോഷിൻ്റെ വീട്ടിൽ ചെന്ന് ശ്രീജയോട് വിവരങ്ങൾ പറഞ്ഞത്. കേട്ടപ്പോഴേ മുഖഭാവം മാറിയ ശ്രീജയോട് സമാധാനിപ്പിക്കാൻ എന്ന മട്ടിൽ മൊയ്തു പറഞ്ഞു, ചെറിയ പൊക്കമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദൂരം അവൻ യാതൊരു തകരാറുകളുമില്ലാതെ ഇറങ്ങി വന്നതാണ്. ഉയരം കുറവായതുകൊണ്ട് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. അവൻ ചിരിച്ചു കളിച്ച് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഒരു ദിവസം എന്തായാലും നോക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാമല്ലോ. കരച്ചിലടക്കാൻ പാടുപെടുന്ന ശ്രീജയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് മൊയ്തു ആശുപത്രിയിലേക്ക് പോയി. എല്ലാവരും കയറി സന്തോഷിനെ കണ്ടു. അവരെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ട് സന്തോഷപൂർവം ബെഡിൽ കിടക്കുകയായിരുന്നു സന്തോഷ്. അപ്പോൾ വിവരം സന്തോഷിൻ്റെ വീട്ടിൽ അറിയിച്ചാലും വരാൻ ആരുമില്ല. അവൻ്റെ ഒരു ചേട്ടനുള്ളത് കുറേ അകലെയാണ് താമസം. അച്ഛനും അമ്മയും തീരെ വയ്യാത്തവരുമാണ്. അവർ രണ്ടുപേരും സന്തോഷിൻ്റെ സഹോദരിയോടൊപ്പമാണ്.
അവരുമായും സന്തോഷ് നല്ല ബന്ധത്തിലാണ്. ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും മാതാപിതാക്കളെ കാണാൻ അയാൾ അവരുടെ വീട്ടിലേക്ക് പോകും. വിവരമറിയിച്ചാൽ അവരുടെ മനസ്സ് കൂടുതൽ വിഷമിക്കും എന്നല്ലാതെ അവർക്കൊന്ന് വരാനോ കാണാനോ പോലും കഴിയില്ലാത്ത സാഹചര്യത്തിൽ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ശ്രീജ തന്നെയാണ് തീരുമാനിച്ചത്. എന്നാൽ ശ്രീജയുടെ വീട്ടിൽ 2 സഹോദരന്മാരുണ്ട്. 2 പേർക്കും വേണമെങ്കിൽ വരികയും അവിടെ നിൽക്കുകയും ചെയ്യാം. ഒന്നുമില്ലെങ്കിലും കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാം. എന്തിനും അവർ വരുന്നതാണ് നല്ലത്. അതുകൊണ്ട് അവരെ വിവരമറിയിക്കാൻ വേണ്ടി അവരുടെ വീടിനടുത്ത് നിന്ന് തന്നെ പണിക്ക് വരുന്ന സുമേഷിനെ പറഞ്ഞ് ഏൽപ്പിച്ചു. സന്തോഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ ആരെയും അറിയിക്കണം എന്ന് അവർക്ക് തോന്നിയതുമില്ല. നാളെ തന്നെ മിക്കവാറും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും. അങ്ങനെയാണ് അപ്പോൾ കണ്ടുനിന്നവർക്ക് തോന്നിയത്. ശ്രീജയുടെ വീട്ടിൽ നിന്നും അളിയന്മാർ 2 പേരും വന്നു. അവരോടും സന്തോഷ് സംസാരിച്ചു. എനിക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല അളിയ. ഇവർ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതുകൊണ്ട് ഞാനിവിടെ കുടുങ്ങിപ്പോയതാണ്. ഇവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ചെയ്തു പോയതായിരിക്കും. എന്തായാലും ഇനി ഞാൻ ഇവിടെ കിടക്കേണ്ടി വരും. നാളെ ഞാനിവിടെ നിന്ന് ചാടും. എന്തായാലും അവർ പറയുന്നത് പോലെ ചെയ്താൽ മതി അളിയ. ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെയാണ് തോന്നിയത്. പിന്നീട് ഒന്നും സംസാരിച്ചതും ഇല്ല. എന്നാൽ പിറ്റേ ദിവസമായപ്പോഴേക്കും സന്തോഷിൻ്റെ സ്ഥിതി കൂടുതൽ മോശമാവുകയാണുണ്ടായത്. ചിരിച്ചും തമാശ പറഞ്ഞുമാണ് സന്തോഷ് ആശുപത്രിയിൽ അന്ന് കിടന്നത്. എന്നാൽ പിറ്റേന്ന് രാവിലെ മുതൽ സ്ഥിതി കൂടുതൽ മോശമായി. ഇനി എന്താണ് അയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഡോക്ടർമാരുടെ ശ്രമം വിജയിക്കുമോ? ശ്രീജയെയും മക്കളെയും കാത്തിരിക്കുന്നത് ഒരു ദുരന്തമാണോ? അറിയാൻ അടുത്ത ഭാഗം കേൾക്കണേ. മറ്റന്നാൾ ഇതേ സമയം അടുത്ത ഭാഗവുമായി നമുക്ക് കാണാം. ഓക്കേ.